ഹായ്, അപ്പം ട്യൂൺ വിൽസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ശരിക്കും ഒരു ഡിഫറെന്റ് ടൈപ്പ് വീഡിയോ എന്ന് തന്നെ പറയാം. കാരണം കുറച്ചു പേരൊക്കെ നമ്മളോട് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓഫ് റോഡ് വണ്ടിയുടെ ഒരു കുഞ്ഞു റിവ്യൂ ഇടാവുന്ന. അപ്പം ആ ഒരു റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് എത്തിയിട്ടുള്ളത്. കാരണം ഒരു Cj500നെ ഒരു ഓഫ് റോഡ് സ്പെക്ക് വണ്ടിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പം അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും പുതുതായിട്ടൊരു ഓഫ് റോഡ് വണ്ടിയിലിട്ട് വന്നപ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഈ വണ്ടിക്ക് വന്നു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു വണ്ടിയുടെ റിവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് നമ്മുടെ ദുരന്ത നിവാരണ സേന നമ്മുടെ കോട്ടയത്ത് വന്ന് ക്യാമ്പ് ചെയ്തപ്പോഴേക്കും കളക്ടറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് വേണ്ടിയിട്ട് സർവീസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തൊരു വണ്ടിയാണിത്. അപ്പൊ ശരിക്കും ഈ ഒരു വണ്ടി ശരിക്കും നമ്മുടെ ഓഫ് റോഡ് അങ്ങനെയുള്ള യൂസിനും കാര്യത്തിനും വേണ്ടിയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അല്ലാതെ നമ്മുടെ നിരത്തിലിറക്കി ഓടിക്കുന്ന വണ്ടിയല്ല. അതായും തന്നെ പറഞ്ഞേക്കാം. സോ ആദ്യം തന്നെ പറയേണ്ടത് പറഞ്ഞാല് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായ ഒരു കാര്യമാണ് ഇവന്റെ നീളം എന്ന് പറയുന്നത്. അതായത് ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ആ ഒരു വണ്ടിയിൽ നിന്ന് ഇവന് നമുക്ക് കാണുമ്പോഴേ എടുത്തറിയാൻ സാധിക്കുന്ന ഒരു വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവന്റെ നീളം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇവനിപ്പോ കട്ട് ചേസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടീനെ ഒന്നുകൂടെ ഇച്ചിരി കോമ്പാക്ട് ആയിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ എന്തായാലും ഒരു ട്രാക്കിൽ തന്നെയാണ് കൊണ്ടിട്ടുള്ളത്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞത് തന്നെ ഓരോ വണ്ടിയും കിടക്കേണ്ട സ്ഥലത്ത് കിടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഓടേണ്ട സ്ഥലത്ത് ഓടുമ്പോഴാണ് അവനെ നമുക്ക് കാണാനും കൂടെ ഒരു സുഖം കിട്ടും. സോ ഒരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ ഒരു ട്രാക്കിൽ ഇട്ടാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഫ്രണ്ടിൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തു വരേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഓഫ് റോഡിലോട്ട് വന്നപ്പോഴേക്കും ഇവനുണ്ടായ മാറ്റങ്ങളൊക്കെയാണ്. സോ നമ്മുടെ പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂളും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടോ ബെൽറ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം തന്നെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ നിങ്ങളെ ഫ്രണ്ടിൽ കാണിച്ചായിരുന്നല്ലോ ആ ഒരു പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളും കാര്യങ്ങളും എല്ലാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കൊടുത്തിട്ടുള്ളത് ടവേരയുടെ ആണ് കേട്ടോ. ഓഫ് റോഡ് എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാം കുറെ കുന്നും മലകളും കുഴികളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു ഓഫ് റോഡ് വണ്ടി ഇത് മാത്രം ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം അല്ലല്ലോ ഇറങ്ങുന്നത്. ചിലപ്പോൾ വെള്ളത്തിൽ കൂടെയൊക്കെ പോകേണ്ടി വരും. അപ്പൊ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി നല്ലപോലെ വേണം ഒരു ഓഫ് റോഡ് വണ്ടിക്ക്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇവന്റെ സ്നോർക്കലും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്നോർക്കലും കാര്യങ്ങളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തൊരു SS ട്യൂബിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇന്റീരിയറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ ഇവന്റെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്റെ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഇതിപ്പോ നമ്മുടെ ഒരു JCBയുടെ സ്റ്റിയറിംഗ് വീലാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ കംഫർട്ടും ഗ്രിപ്പും ഒക്കെ മാറ്റി വെച്ചാൽ ഇവന്റെ വേറെ എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഈസി ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ മുട്ട പോലെ ആള്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാറിനകത്തൊക്കെ അത് വാങ്ങിച്ചു വെക്കോണ്ടേ നിങ്ങൾക്ക് അറിയാം അത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീലിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ഈ ഒരു ക്ലിപ്പ് പോലെ വന്നിട്ട് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് പിടിപ്പിക്കുമല്ലോ. സോ നമ്മളൊരു ഓഫ് റോഡിലൊക്കെ ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ വലിയൊരു കുഴിയും ചാട്ടോ എല്ലാം കഴിയുമ്പോഴേക്കും ഇത് സ്ലിപ്പാകും. ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ഇവൻ ഇങ്ങനെ സ്ലിപ്പാകും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ JCBയുടെ സ്റ്റിയറിംഗ് വീലിൽ വരുന്നില്ല. കാരണം ഇവന് ഇൻബിൽട്ട് ആയിട്ട് ഇതിനകത്ത് തന്നെ ആള് ഇൻബിൽട്ട് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് ഇവിടുന്ന് തെന്നിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട. സോ നമുക്കൊരു ഓഫ് റോഡ് ഡ്രൈവിൽ അത്യാവശ്യം നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണിത്. ഇനി ABC പെഡൽസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ആയിക്കോട്ടെ ബ്രേക്ക് ആയിക്കോട്ടെ എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പവർ ക്ലച്ചും അതുപോലെ പവർ ബ്രേക്കും കാര്യങ്ങളും എല്ലാം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്റീരിയറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്തേക്കുന്ന ഒരു റോക്കേജും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും പണി കംപ്ലീറ്റ് ആയിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു പരുവത്തിൽ ഇത് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ താഴെയായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു ഗ്രാബ് ഹാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പർപ്പസും കാര്യങ്ങളും എല്ലാം എന്താന്നുള്ളത് ഞാൻ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഒരു Cj300യുടെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെയുള്ള ഈ ഒരു ഹാൻഡിൽസ് ഒക്കെ എന്തിനാണ് ഇങ്ങനെ അടിയിലായിട്ട് കൊടുത്തേക്കുന്നുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഓഫ് റോഡ് ഇവന്റിൽ നമ്മുടെ ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെയാണ് ഈ പറ്റിയിരിക്കുന്നത്, ഈ പടുതൊക്കെ കീറിയിരിക്കുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രോ മോഡിഫൈഡ് കാറ്റഗറിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഒറ്റൊരു ഒബ്സ്റ്റക്കിളിലെങ്ങാണ്ട് നമ്മുടെ ഈ ബാക്ക് ടയർ എങ്ങാണ്ട് കയറാതെ പോയപ്പം ആ ഒരു പ്രശ്നത്തിലാണ് ജസ്റ്റ് ഒരു കപ്പ് മിസ്സായി പോയത്. അപ്പം അതിന്റെ ഫൂട്ടേജും കൂടെ ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇട്ടേക്കാം.
ഒരു വണ്ടീനെ ഈ ഒരു ഓഫ് റോഡ് പരുവത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് നമ്മുടെ മോൺസ്റ്റർ 4x4 കസ്റ്റം എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഓഫ് റോഡ് പ്രാന്തോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി മോഡിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇവരുടെ കോൺടാക്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ഇന്നത്തെ നമ്മുടെ ജീപ്പിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പത്തിൽ കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നിട്ട് ഓള് തന്നെ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അറിയാൻ ഞാൻ ഇടുന്ന ഓരോ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടത്തുള്ളൂ. സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.